ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസ് എന്ന അധ്യായമാണ്. നമ്മൾ ഇതുവരെ 5ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കുറച്ച് ബാക്കി ഭാഗമാണ് പഠിക്കുന്നത്. എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വീഡിയോ കാണുക. ആദ്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ചിത്രം എത്രാം ക്ലാസ്സിലുണ്ട്? 5ാം ക്ലാസ്സിലുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നൽകിയിരിക്കുന്നത് 3 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ചിത്രങ്ങളിൽ 2 വരകൾ കൂടി ചേർന്നിട്ട് ഒരു ബിന്ദുവിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുണ്ട്. ഇവിടെ ഒരു വര, ഇവിടെ വര, ഈ വര ഇവിടെ കൂട്ടിമുട്ടുണ്ട്, ഇവിടെ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുണ്ട്. അതുപോലെ ഈ വരയും മറ്റൊരു ബിന്ദുവിൽ കൂട്ടിമുട്ടുണ്ട്. ഈ 3 ചിത്രങ്ങളും അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. നമുക്ക് ഓരോ ചിത്രങ്ങളിൽ നിന്നും കുറച്ച് വരകൾ മാറ്റി വരച്ചു നോക്കാം. ഈ ചിത്രത്തിലെ ഈ വരയും കൂട്ടി വരച്ച് ഈ വരയും ഒരു ബിന്ദുവിൽ എന്ത് ചെയ്ത് കൂട്ടിമുട്ടി. അതുപോലെ ഇതിലെ ഈ വശവും ഈ 2 വശവും കൂട്ടിമുട്ടി. ഇതിലെ ഈ 2 വശവും കൂട്ടിമുട്ടി ഒരു ബിന്ദുവിൽ. അതുപോലെ ഈ 2 വശവും അല്ലെങ്കിൽ ഈ 2 വശവും കൂട്ടിമുട്ടുമ്പോൾ ഒരു ബിന്ദുവിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോയി കൂട്ടിമുട്ടുന്നുണ്ട്. ഇങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ രൂപങ്ങളെ പറയുന്ന പേരാണ് കോണുകൾ. ഒന്ന് പറഞ്ഞു നോക്കാം. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രൂപത്തിന് കോൺ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നോക്കാം. എ ഫിഗർ ഫോംഡ് ബൈ 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് ആൻ ആംഗിൾ. അപ്പം നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? 2 വരകൾ ഒരു മൂലയിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന രൂപങ്ങളെ പറയുന്ന പേരാണ്, ഫിഗേഴ്സിന് പറയുന്ന പേരാണ് കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസ്. ഇനി നമ്മൾ കോണുകൾ എന്താന്ന് പഠിച്ചു. ഇനി കോണുകൾ എന്ത് ചെയ്ത് നോക്കാം, ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ കോണുകൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഉപകരണം, അതിൻ്റെ പേരെന്താണെന്ന് ആലോചിച്ച് നോക്കൂ. 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? കോൺ മാപിനി അല്ലെങ്കിൽ പൊട്ടാക്ടർ എന്നാണ് ഇതിനെ പറയുക. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുക, കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി സാധിക്കുക. നമുക്കൊരു ആംഗിൾ വരച്ചു നോക്കിയാലോ? ആദ്യം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു അളവിൽ ഒരു വര വരയ്ക്കും. ഒരു വര വരയ്ക്കുക. ഇഷ്ടമുള്ള അളവിൽ എന്ത് ചെയ്ത് ഒരു വര വരച്ചു. ഇത് നമ്മൾ എന്ത് ഉപയോഗിക്കും? ഇത് ഉപയോഗിച്ചിട്ടാണ് കോണ് അടയാളപ്പെടുത്തുക. ഇവിടെ 2 ബിന്ദുക്കളുണ്ട് ഒരു വരയിൽ. അതിൽ ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, വെച്ച് വരയ്ക്കാം. ഇപ്പോൾ ഈ സൈഡിൽ വെച്ച് വരച്ചു. ഈ സൈഡിൽ വെച്ചിട്ട് ഈ ടിപ്പിൽ ഈ പോയിന്റ് എന്ത് ചെയ്യുക, സെൻറ്റർ ഭാഗം വയ്ക്കുക. വെച്ചതിന് ശേഷം ഞാനിപ്പോൾ എത്ര ഡിഗ്രിയാണ് മാർക്ക് ചെയ്യുന്നത്? 50 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ വര പോയ അതേ വശത്തിൽ നിന്ന് അളന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 0, 10, 20, 30, 40, 50. അപ്പോൾ ആ സൈഡിൽ എന്ത് ചെയ്യുക, കുത്തിടുക. അപ്പോൾ എത്ര ഡിഗ്രി കിട്ടി? 50 ഡിഗ്രി കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ രണ്ടും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് എത്ര ഡിഗ്രി കിട്ടി? 50 ഡിഗ്രി കിട്ടി. അത് ഞാൻ എന്താ ചെയ്തത്? ഈ വശത്ത് വെച്ചപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വശത്തും വെക്കാം. അപ്പോൾ ഇതേപോലെ ഒരു വര വരയ്ക്കുക. ഇനി ഈ വശത്ത് പൊട്ടാക്ടർ വെക്കുക. ഈ വശത്ത് വെക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, അളക്കുക. അപ്പോൾ ഈ സൈഡിൽ 50 എവിടെ കിടക്കുന്നത്? മേൽഭാഗത്ത്. മറ്റേ സൈഡിലാകുമ്പോൾ താഴ്ഭാഗത്ത്. അപ്പോൾ 0, 10, 20, 30, 40, 50 ഡിഗ്രി. അപ്പോൾ 50 ഡിഗ്രി എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. എത്ര ഡിഗ്രി കിട്ടി? 50 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് വേറെ അളവുകൾ എന്ത് ചെയ്ത് നോക്കാൻ പറ്റും, വരച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഒരു 60 ഡിഗ്രി എന്ത് ചെയ്താൽ വരച്ച് നോക്കാം. അതേപോലെ 60 ഡിഗ്രി വരയ്ക്കാം, 120 ഡിഗ്രി വരയ്ക്കാം, 60 ഡിഗ്രി നോക്കി നോക്കാം. 60 ഡിഗ്രി വരയ്ക്കാൻ ഒരു വര വരച്ചു. ഏതെങ്കിലും ഒരു മൂലയിൽ പൊട്ടാക്ടർ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കുക. 60 ഡിഗ്രി ഇവിടുന്ന് മാർക്ക് ചെയ്യുമ്പോൾ താഴ്ഭാഗം. അപ്പോൾ 0, 10, 20, 30, 40, 50, 60 ഡിഗ്രി അതിൽ കുത്തിടുക. എന്ത് ചെയ്യുക, ഈ മൂലയിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ എത്ര ഡിഗ്രിയായി? 60 ഡിഗ്രിയായി. ഇനി ഒരു വലിയൊരു സംഖ്യ പറഞ്ഞ് 120 ഡിഗ്രി നമുക്കൊന്ന് വരച്ചു നോക്കാം. ആദ്യം സ്കെയിൽ വെച്ച് ഇഷ്ടമുള്ള അളവിൽ ഒരു വര വരയ്ക്കുക. 120 ഡിഗ്രി. അപ്പോൾ ഞാൻ ഈ മൂലയിലാണ് ഇപ്രാവശ്യം വെക്കുന്നത്. വെച്ച ശേഷം 120 ഡിഗ്രി
നോക്കാം. 0, 10, 20, 30, 40, 50, 60. 107 ഡിഗ്രി ഇവിടെ കിടക്കുന്നത് മേലെയാണ് അല്ലേ? 60 തൊട്ട് മേലെ. ഈ വശത്ത് വെക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് അളക്കുക, കുത്തിടുക, രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. 120 ഡിഗ്രി. ഇനി 90 ഡിഗ്രി ഒന്ന് വരച്ചു നോക്കിയാലോ? 90 ഡിഗ്രി ഇതേപോലെ ഒരു വര വരയ്ക്കുക. നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വേറെ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. സെറ്റ് സ്ക്വയർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്താൽ മതി? ഒരു വര വെച്ചിട്ട് ഈ വരയിൽ ഈ മൂല വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ മൂലയിൽ നിന്ന് കൂട്ടി നീട്ടി വരച്ച് കഴിഞ്ഞാൽ മതി. അപ്പം എത്ര കിട്ടും? 90 ഡിഗ്രി കിട്ടും. അല്ല എങ്കിൽ ഇപ്പം നമുക്ക് എത്ര കിട്ടി? 90 ഡിഗ്രി കിട്ടി. അതേ വരയിൽ ഈ വര കൊണ്ട് ഈ പ്രൊട്ടക്ടർ ഈ സെൻറ്റർ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടും? 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടും പ്രൊട്ടക്ടർ ഉപയോഗിച്ചിട്ടും നമുക്ക് എന്ത് വരയ്ക്കാം? ഈ കോണുകൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് ആദ്യത്തെ പേജ് നമ്പർ 11 2 ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. ആ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. ചുവടെയുള്ള ചിത്രങ്ങളിലെ കോണുകളെല്ലാം അളന്ന് അടയാളപ്പെടുത്തുക. മെഷർ ആൻഡ് മാർക്ക് ഈച്ച് ആംഗിൾ ബിലോ. അപ്പോൾ ഇതാണ് ആദ്യ ചിത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്ടക്ടർ വെക്കുക. ഈ സെൻറ്റർ ഭാഗത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ഈ ടിപ്പ് കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കുക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയത്? 51 ഡിഗ്രി. 51 ഡിഗ്രി എങ്ങനെ മനസ്സിലാവുക? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 50 ഡിഗ്രി കഴിഞ്ഞ് 50 ഡിഗ്രി കഴിഞ്ഞ് ഒരു വര, ചെറിയൊരു വര കണ്ടുണ്ടാവും. 50 ഡിഗ്രി ചെറിയൊരു വര കണ്ട, അതാണ് 51. ഈ സൈഡിൽ നിന്ന് അളക്കുമ്പോൾ അടിയൊരു സംഖ്യ എടുക്കുക. അപ്പോൾ 51 ഡിഗ്രി. ഇനി അടുത്തത് ഈ ചിത്രം. ഈ ചിത്രത്തിൽ ഇതേപോലെ പ്രൊട്ടക്ടർ വെക്കുക. പ്രൊട്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെക്കുക. ഇതാണ് 120 ഡിഗ്രി. അതിനെക്കാട്ടി ചെറുതൊരു വരയിലാണ്. അപ്പോൾ 119 ഡിഗ്രി. ഇതേപോലെ ഇത് എന്ത് ചെയ്യുക? പ്രൊട്ടക്ടർ വെച്ച് അളന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 51 ഡിഗ്രി കിട്ടും. നമുക്ക് ചിത്രം നോക്കി നോക്ക്. ഇതേപോലെ ഇതിങ്ങനെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊട്ടക്ടർ വെച്ചിട്ട് അളക്കാം. ഇനി ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? ബുക്കൊന്ന് തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ച ശേഷം ഇവിടെ സെൻട്രലായിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് വെച്ചതിന് ശേഷം അളന്ന് നോക്കുക. ഇതും ഈ ലാസ്റ്റ് ആംഗിൾ നമ്മൾ പ്രൊട്ടക്ടർ വെച്ചിട്ട് കറക്റ്റ് വെച്ച് കഴിഞ്ഞ് നമുക്ക് എത്ര കിട്ടും? 107 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇവിടെ 107, 108, 109, 110. അപ്പോൾ നമുക്ക് 107 ഡിഗ്രി കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന 4 ആംഗിൾ. ആദ്യത്തെ 51, സെക്കൻഡ് 119, തേർഡ് 51, ഫോർത്ത് 107 ഡിഗ്രി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം. ചുവടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോട്ട് ബുക്കിൽ വരയ്ക്കുക. ഡ്രോ ദ പിക്ചേഴ്സ് ബിലോ ഇൻ ദ നോട്ട് ബുക്ക്. ഒന്നാം ചിത്രം ഇതാണ്. നമ്മൾ എന്ത് ചെയ്യണം? അളവെടുത്ത് വരയ്ക്കണം. അപ്പം നമുക്ക് ഒന്നാമത്തെ ചിത്രത്തിന് ഞാൻ ജസ്റ്റ് റഫ് ഫിഗർ ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൻ്റെ റഫ് ഫിഗർ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഇതാണ് റഫ് ഫിഗർ. ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി. അപ്പോൾ എങ്ങനെ വരയ്ക്കുക? ആദ്യം സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്ത് 4 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. 4 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. 4 സെൻറ്റിമീറ്ററിന് എഴുതുക. നമ്മളോട് ഈ 2 ആംഗിൾസും എത്രയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 50 ഡിഗ്രി. പ്രൊട്ടക്ടർ വെക്കുക. പ്രൊട്ടക്ടർ വെച്ച് 50 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി ഈ മൂലയിലേക്ക് നീട്ടി വരയ്ക്കുക. അതേപോലെ ഈ സൈഡിലും പ്രൊട്ടക്ടർ വെക്കുക. 50 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇത് നീട്ടി വരയ്ക്കുക. ഇനി ഈ 2 ആംഗിൾസ് എന്ത് ചെയ്താൽ മതി? മാർക്ക് ചെയ്താൽ മതി. 50 ഡിഗ്രി, 50 ഡിഗ്രി. ഇത് വേണമെങ്കിൽ എക്സ്ട്രാ വരുന്ന ഭാഗം മായ്ച്ച് കളയാം. ഇല്ലാച്ചാൽ അവിടെ കിടന്നോട്ടെ. ഇതാണ് ട്രയാങ്കിൾ ABC. ഇതാണ് ഒന്നാമത്തെ ചിത്രം. നമ്മൾ ഈ ആംഗിൾസ് വരയ്ക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ അടഞ്ഞ രൂപത്തിലാണെങ്കിൽ ഈ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90-നേക്കാൾ കുറവായിരിക്കും. ഇനി ഈ എൽ പോലെ വന്നു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും.
ഇനി ഒരു വരയുടെ മുകളിൽ ഇങ്ങനെ വായ തുറന്നിരിക്കുന്ന പോലെ അങ്ങനെ തുറന്നിരുന്ന രീതിയിലാണെങ്കിൽ 90-നേക്കാൾ കൂടുതലായിരിക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ റഫ് ഫിഗർ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ റഫ് ഫിഗർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ചിത്രം വരച്ചു നോക്കാം. ആദ്യം താഴത്തെ സൈഡ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. അപ്പോൾ തന്നെ വശത്തിൻ്റെ എഴുതി 5 സെൻറ്റിമീറ്റർ. ഇനി ഈ സൈഡ് എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ പ്രൊട്ടക്ടർ വെക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഇനി ഈ വരയിലേക്ക് കൂട്ടി വരയ്ക്കുക. ഇനി മാർക്ക് ചെയ്ത് 90 ഡിഗ്രി. ഇനി ഇവിടെ എത്രയാണ്? 30 ഡിഗ്രി. പ്രൊട്ടക്ടർ വെക്കുക, 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. അത് നോക്കി നോക്കാം. ഈ മൂലയിലേക്ക് കൂട്ടി വരച്ചപ്പോൾ ഇതുവരെ എത്തണുള്ളൂ. ഇതിൽ കൂട്ടി മുട്ടണം, അപ്പോഴേ ചിത്രം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് നീട്ടി വരച്ചാൽ ഇതിൽ മുട്ടും. അപ്പോൾ അത് 90 ഡിഗ്രി. ഈ ചിത്രം എത്ര കിട്ടി? ഈ ആംഗിൾ എത്ര കിട്ടി? 30 ഡിഗ്രി കിട്ടി. ഈസിഡ് വേണം മനസ്സിലാക്കാൻ, ഞാൻ പേര് കൊടുത്തിടാം. ABC. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാം ചിത്രത്തിലേക്ക് കടക്കാം. ഈ നടുവിലെ വശമാണ് എത്ര? 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം തന്നെ 6 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചു. അതിന് അളവ് എഴുതി 6 സെൻറ്റിമീറ്റർ. ഇനി പ്രൊട്ടക്ടർ ഉപയോഗിച്ചിട്ട് മേലെ 2 ആംഗിൾ 20 ഡിഗ്രിയാണ്, താഴെയും 20 ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പ്രൊട്ടക്ടർ ഇവിടെ വെച്ചു, 20 ഡിഗ്രി മാർക്ക് ചെയ്ത് നീട്ടി വരച്ചു. 20 ഡിഗ്രിയിൽ ആംഗിൾ നീട്ടി വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? അതേപോലെ ഇവിടെയും വെക്കുക, 20 ഡിഗ്രി മാർക്ക് ചെയ്യുക, നീട്ടി വരയ്ക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഓരോ ആംഗിളും 20 ഡിഗ്രി വീതം കിട്ടി. ഇനി ഒന്നെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഇവിടെ വെച്ച് നമുക്ക് 20 ഡിഗ്രി മാർക്ക് ചെയ്യാം. അല്ല എങ്കിൽ ബുക്ക് തിരിച്ച് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? വരയ്ക്കാൻ. ബുക്കൊന്ന് തിരിച്ച് വെച്ചു. ആദ്യം ഇവിടെ എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? 20 ഡിഗ്രി മാർക്ക് ചെയ്തു. അതേപോലെ അപ്പം തന്നെ 20 ഡിഗ്രി ഈ സൈഡിൻ്റെയും മാർക്ക് ചെയ്തു. ഇനി സ്കെയിൽ എടുക്കുക, ഈ വരയും കൂട്ടിമുട്ടിക്കുക. ഈ പോയിന്റും ഇതും കൂട്ടിമുട്ടിക്കുക. എന്ത് ചെയ്യാം? ബുക്ക് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തായി? ചിത്രമായി. ഇവിടെ 20 ഡിഗ്രി, ഇവിടെയും 20 ഡിഗ്രി. ഈ എക്സ്ട്രാ വരുന്നത് എന്ത് ചെയ്യാം? മായ്ച്ച് കളയാം. ഇനി 4-ാം ചോദ്യം അതിലേക്ക് കടക്കാം. ആദ്യം തന്നെ 5 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ. ഇവിടെ എത്ര ആംഗിൾ പറഞ്ഞിരിക്കുന്നത്? 60. ഇവിടുത്തെ വശത്തിൻ്റെ അളവ് 3. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 60 ഡിഗ്രിയിൽ ആംഗിൾ മാർക്ക് ചെയ്യുക. പ്രൊട്ടക്ടർ ഒരു മൂലയിൽ വയ്ക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, നീട്ടി വരയ്ക്കുക. പിന്നെ എത്ര സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്കെയിൽ വെക്കുക, സ്കെയിൽ വെച്ച് 3 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഈ സൈഡിൽ 120 ഡിഗ്രി പ്രൊട്ടക്ടർ വയ്ക്കുക, 120 ഡിഗ്രി മാർക്ക് ചെയ്യുക, നീട്ടി വരയ്ക്കുക. ഇവിടെ എത്ര കാണിക്കുന്നത്? 3 സെൻറ്റിമീറ്റർ. അതുപോലെ ഈ സൈഡിലും എന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. രണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചു. ഇവിടെ 60 ഡിഗ്രിയും ഇവിടെ 120 ഡിഗ്രി, ഈ വശം 3 സെൻറ്റിമീറ്റർ. പേജ് നമ്പർ 14 വരെയുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇനി അടുത്ത ഭാഗവുമായിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം? വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതുവരേക്കും ബായ്.